എല്ലാവരും പറയുന്നു 2020 അരാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് രാഷ്ട്രീയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി. രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്ന് മാത്രമേ എല്ലായിടത്തും പറയുന്നുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ 2020 ജയിപ്പിക്കുന്നതാണ് ഒരു പൗരൻ എന്ന നിലയിൽ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. അവർക്കെതിരെ ഇടത് വലത് എന്ന മാറ്റമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ അഴിമതി പോലും ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പലരും നേടിയെടുക്കുന്ന സമ്പത്തിനേക്കാൾ അധികം ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ നേടിയെടുക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം സാമാന്യ ബോധമുള്ളവന്റെ കണ്ണ് തുറപ്പിക്കണം. വരുമാന നികുതിയും വിൽപ്പന നികുതിയും അതിന്റെ കൂടെ നൽകുന്ന മറ്റു നികുതികളും എല്ലാം കൂടി ഒരു വർഷത്തിൽ 6 മാസത്തിലധികം നമ്മൾ സർക്കാരിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന പണത്തിൽ നിന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ചികിത്സ നേടുന്നത്, ആഹാരം കഴിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ജീവിതത്തിന്റെ പകുതിയോളം സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന അടിമകളാണ് പൊതുജനം. സർക്കാർ എന്നാൽ അതിനെ നയിക്കുന്ന നേതാക്കൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭാര്യ രാവിലെ മുതൽ കൂലിപ്പണി എടുത്തു കൊണ്ടുവരുന്ന കാശ് തട്ടിപ്പറിച്ച് മേടിച്ച് അതുകൊണ്ട് കള്ളും കുടിച്ച് ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവ് ഉണ്ടെന്ന് കരുതുക. പക്ഷെ കള്ള് ഷാപ്പിൽ നിന്ന് വരുമ്പോൾ വീട്ടിലുള്ള മക്കൾക്ക് തേൻമിഠായി മേടിച്ചു കൊണ്ടുവരും. പിറ്റേന്ന് ബോധം വരുമ്പോൾ ഭാര്യയോട് അയാൾ സ്നേഹപൂർവ്വം പെരുമാറി അവളെ വീണ്ടും പണിക്ക് പറഞ്ഞു വിടും. ഇതിങ്ങനെ തുടരും. ഭർത്താവ് രാഷ്ട്രീയ നേതാവും ഭാര്യ പൊതുജനവും തട്ടിപ്പറിച്ചെടുക്കുന്ന പണം നികുതിപ്പണവുമാണെന്ന് കരുതുക. തേൻമിഠായി മേടിച്ച് അച്ഛനെ വാഴ്ത്തുന്ന കുട്ടികളാണ് അടിമകളായ അണികൾ. നമ്മളൊരു അസുഖം വന്നാൽ ഏറ്റവും നല്ല ഡോക്ടറെ കാണും, മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ വിടാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ കടയിൽ പച്ചക്കറി മേടിക്കാൻ പോയാൽ പോലും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ വെറും വികാരമാണ് നമ്മെ നയിക്കുന്നത്. എൻ്റെ നേതാവിനെ ജയിപ്പിക്കണമെന്ന് മാത്രം. മത്സരം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങൾ അവരുടെ ദുരിതങ്ങളിലേക്ക് തിരിച്ചു പോകും. ഒരു സ്കൂട്ടർ പോലും മേടിക്കാൻ നിവർത്തിയില്ലാത്ത ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന നേതാക്കൾക്ക് എന്തിനാണ് കോടികൾ വിലയുള്ള കാറുകൾ? എന്തിനാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര, ആഡംബര ഹോട്ടലുകളിലെ താമസം? 2020യുടെ എതിർപ്പുണ്ടെങ്കിൽ അവരെക്കാൾ നല്ല ഭരണം കാഴ്ചവെച്ച് ജനങ്ങളെ കൂടെ നിർത്തുകയല്ലേ വേണ്ടത്? രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിവെച്ച് എല്ലാവരും കൈകോർത്ത് 2020യെ പോലൊരു ചെറിയ പാർട്ടിയെ തോൽപ്പിക്കാൻ ഇറങ്ങുന്നു എന്നതാണ് അരാഷ്ട്രീയം. സാബു എം ജേക്കബ് പറഞ്ഞതുപോലെ ജനങ്ങളെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കട്ടെ. സേവനം ചെയ്യാൻ ഇറങ്ങുന്നവർ എന്തിനാണ് അധികാരത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്? എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരു 100 പേരെങ്കിലും വിവേകത്തോടെ വോട്ട് ചെയ്താൽ അതാണ് ഈ നാടിന് വേണ്ടിയുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം.